നമസ്കാരം, ഞാൻ ജീവൻ കല്ലുപുരയ്ക്കലാണ്. ഞാനിപ്പം സമരം ചെയ്യുന്നത് കൊല്ലം കളക്ടറേറ്റിന് മുമ്പിലാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം ജൂലൈ 7-ാം തീയതി നിരപരാധിയായ എന്നെ 160 ദിവസം അന്ധയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 160 ദിവസമാണ് വിയൂർ സബ് ജയിലിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഈ പ്രസ് മലയാളം TV എന്ന ഫേസ്ബുക്ക് പേജുള്ള യൂട്യൂബ് ചാനലുള്ള രാഗൻ രാധാകൃഷ്ണൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നെ ജയിലിലിട്ടത്. ഒരു ദിവസം ഫുള്ള് പ്രമുഖ മാധ്യമങ്ങളിൽ എൻ്റെ വാർത്ത കണ്ണു കാണാത്ത കൊച്ചിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ അവമാനിച്ചുകൊണ്ട് എൻ്റെ ജീവൻ തകർത്തുകൊണ്ട് പ്രചരിക്കുകയുണ്ടായി. അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഇത്. 100% പെരുമ്പാവൂർ പോസ്കോ കോടതി എന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ട ജഡ്ജ്മെൻ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റയാൾ സമരങ്ങൾ ചെയ്ത് സമൂഹത്തിന് വേണ്ടി വിജയം കൈവരിച്ച ഒരാളെന്ന നിലയിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലും കാശ് മേടിച്ചുകൊണ്ട് ചെയ്ത പരിപാടിയാണ് ഇവൻ. അതുപോലെ തന്നെ കണ്ണു കാണാത്ത ആ കൊച്ചിനെയും അമ്മയെയും കാശ് കൊടുത്തും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ഇവൻ ഈ കടും കൈ എൻ്റെ പേരിൽ ചെയ്യിപ്പിച്ചത്. യാതൊരു അന്വേഷണവുമില്ലാതെ നേരെ എന്നെ കാസർഗോഡ് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മുനമ്പൻ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടുന്ന് എറണാകുളം സബ് ജയിലിലേക്ക് 10 ദിവസം മാറ്റുകയും പിന്നീട് വിയൂർ സബ് ജയിലിൽ 150 ദിവസം ഇടുകയാണ് ഉണ്ടായത്. ജാമ്യത്തിലിറങ്ങി ഞാൻ ജഡ്ജിയുടെ മുമ്പിൽ എൻ്റെ സത്യം തെളിയിക്കുകയും എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ ഈ കേസിൽ പെടുമെന്ന് ഉറപ്പായപ്പോൾ അവരുള്ള സത്യം തുറന്നു പറയുകയും ഈ രാഗൻ രാധാകൃഷ്ണൻ എന്ന കൊല്ലത്തെ വ്യാജ ഫേസ്ബുക്ക് യൂട്യൂബ് ഉള്ള ആളാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള സത്യം ബഹുമാനപ്പെട്ട കോടതിയോട് പറയുകയും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കോടതി എനിക്ക് 100% നിരപരാധി എന്ന കണ്ടെത്തി ജഡ്ജ്മെൻറ്റ് തന്നത്. ഇതിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട DGPക്കും അതുപോലെ തന്നെ എൻ്റെ സ്റ്റേഷൻ അതിർത്തിയായ കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലാ അധികാരിക്കും അതുപോലെ തന്നെ കൊല്ലം കളക്ടർക്കും കൊല്ലം രാധാകൃഷ്ണൻ്റെ സ്ഥലമാണ് കൊല്ലം കമ്മീഷണർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടും ഈ നാളിന്ന് വരെ എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരു നിരപരാധിയായ വ്യക്തി 160 ദിവസമാണ് കള്ള പോക്സോ കേസിൽ അകത്ത് കിടന്നത്. ഒട്ടേറെ ക്രിമിനൽ കേസ് പ്രതിയായ വ്യാജവാർത്തകൾ മാത്രം ചെയ്യുന്ന ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് നയിച്ച, ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന രീതിയിലേക്ക് അപകീർത്തിയും വ്യക്തിഹത്യയും സ്ത്രീയെ അവമാനിക്കലും ചെയ്യുന്ന ഈ കൊല്ലത്തെ ഓൺലൈൻ മാധ്യമമായ ഓൺലൈനല്ല ഫേസ്ബുക്ക് പേജ് വ്യാജ മാധ്യമ പ്രവർത്തകനായ രാഗൻ രാധാകൃഷ്ണൻ ചെയ്തു വരുന്നത് കൊടും ക്രൂരതയാണ്. അവൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പരാതികളാണ് കൊല്ലം സൈബർ പോലീസിലും കൊല്ലം സിറ്റി കമ്മീഷണർ മുന്നിലും കൊല്ലം കളക്ടർ മുന്നിലും ഇവൻ്റെ പേര് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിക്കുകയാണ്. കഴിഞ്ഞ 160 ദിവസം എന്നെ അവമാനിച്ച് എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് എന്നെ ജയിലിലാക്കിയ രാഗൻ രാധാകൃഷ്ണനെതിരെയുള്ള സൂചനാ സമരമാണ് ഞാനിവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് നീതി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഞാൻ കളക്ടറിൻ്റെ മുമ്പിൽ പോവുകയും കളക്ടറെ കാണാൻ പറ്റിയില്ല. കമ്മീഷനടുത്ത് പോവുകയും കമ്മീഷനോട് പറഞ്ഞത് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സൈബർ കേസിലോ ബാക്കിയുള്ള കേസിലോ ഒന്നും ഈ ക്രിമിനൽ കേസ് ഒട്ടേറെ പ്രതിയാണെങ്കിലും ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദമുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്നാണ്. ഞാൻ എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട പോലീസ് ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര സെക്രട്ടറി പോലും സീല് വെച്ച പേപ്പറാണ് എൻ്റെ ഇരിക്കുന്നത്. ഞാൻ കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഇതാ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത പേപ്പറുകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഒപ്പിട്ട പേപ്പർ വരെയാണ് എൻ്റെ കയ്യിരിക്കുന്നത്. എന്നിട്ടും
ഈ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാനോ അവനെ കാപ്പ അടിച്ച് തുറങ്കലിലടയ്ക്കാനോ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വേദനാകരമായ ഒരു സത്യമാണ്. ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടലെന്ന് പറഞ്ഞ പോലെ 160 ദിവസം നിരപരാധിയായി എന്നെ കള്ള പോക്സോ കേസിൽ, അതും മോഹൻലാൽ സിനിമയായ നേര് മോഡൽ സിനിമ കോപ്പിയടിച്ച് ഒരു ക്രിമിനൽ വലിയ ഗൂഢാലോചന നടത്തി എൻ്റെ ബോഡി പോലും എൻ്റെ വീട്ടുകാർക്ക് സംസ്കരിക്കാൻ കിട്ടാതിരിക്കാൻ കത്തിച്ച് കളയുന്ന അവസാനം 150 വർഷം ഇവൻ കിടക്കണം, ജയിലിൽ കിടന്ന് ഇവൻ അവിടെ മരണമടയണമെന്ന് പറഞ്ഞുള്ള ഗൂഢാലോചന നടത്തിയാണ് ഇവൻ എന്നെ ജയിലിലാക്കിയത്. ഇതിന് നീതി തേടിയാണ് ഞാൻ കൊല്ലം കളക്ട്രേറ്റിന് മുമ്പിൽ ഞാനിപ്പം സമരം ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.